आदाब बच्चों, हमारे इस साल के पहला क्लास आज शुरू किया. നമ്മുടെ 6ാം ക്ലാസ്സിലെ ആദ്യത്തെ ഒരു ഓൺലൈൻ ക്ലാസ് ഇന്ന് നമുക്ക് തുടങ്ങി. നിങ്ങളെല്ലാവരും കണ്ടില്ലേ? നല്ല ക്ലാസ് ആയിരുന്നു അല്ലേ? എല്ലാവരും കണ്ടു. നല്ല രസമുള്ള ക്ലാസ് ആയിരുന്നു. കണ്ടില്ലേ? എന്തൊക്കെയാ കണ്ടത്? ടീച്ചർ എന്തൊക്കെയാ പറഞ്ഞു തന്നത്? ആദ്യം തന്നെ സീറോ പേജ് എന്ന പാഠം തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ യൂണിറ്റ് തുടങ്ങുന്നതിന് മുന്നേ ആ യൂണിറ്റിന്റെ മുൻപേ ആയിട്ട് ആ യൂണിറ്റിൽ എന്തൊക്കെയാ ഉണ്ട്, എന്തിനെ കുറിച്ചാണ് ആ യൂണിറ്റ് എന്ന് ചർച്ച ചെയ്യാനാണ് സീറോ പേജ്. ആ സീറോ പേജില് ഘർ അവസ്ഥ മാഹോൾ, ഘർ ആ വീടും അതിന്റെ ചുറ്റുപാടുള്ള ഒരു ചിത്രമാണ് കാണിച്ചത്. ചിത്രങ്ങള്, വീട്, അതിനോട് ബന്ധപ്പെട്ട. അപ്പൊ അതിൽ ടീച്ചർ കാര്യമായിട്ട് കാണിച്ചത്, നമ്മൾ എല്ലാവരും പേജ് എടുത്തില്ലേ? അപ്പൊ അതിൽ നോക്കുക, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ. ജാൻവർ ഓർ പരിന്തെ, ജാൻവർ ഓർ പരിന്തെ, അല്ലെങ്കിൽ ജാൻവർ ഓർ ചിടിയാം, മൃഗങ്ങളും പക്ഷികളും. അപ്പൊ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പറയും, എന്താ പറയാ? പാൽത്തു ജാൻവർ. വീട്ടിൽ വളർത്തുന്ന പക്ഷികൾക്കാണെങ്കിലോ പാൽത്തു ചിടിയാം, അല്ലെങ്കിൽ പാൽത്തു പരിന്തെ. ബില്ലി, കുത്ത, ഗായ്. ഒരു ചെറിയൊരു കുഞ്ഞു കവിത അല്ലെ, കിത്തിന അച്ഛാ ഘർ ഹേ മേരാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കവിതന്റെ 4 വരി ടീച്ചർ പാടി. അതിൽ എന്താണ് നമ്മൾ കണ്ടത്? വീട്ടിലുള്ള ആളുകളെ കുറിച്ച്. ഗർവാലോക്കെ നാം. ഇപ്പൊ മുത്തശ്ശി, മുത്തശ്ശൻ എന്നൊക്കെ നമുക്കറിയാം. ദാദാ, ദാദി, ഓർ അമ്മി, അബ്ബ, ബഹൻ, ഭായി എന്നുള്ള വേർഡ്സ് ഒക്കെ നമ്മള്, അല്ലെങ്കിൽ വാക്കുകളൊക്കെ നമ്മൾ ഉറുദുവില് പഠിച്ചതാണ്. ആ പാഠത്തിന്റെ മുന്നേ ആയിട്ട്, കവിതന്റെ തൊട്ടു മുന്നേ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നു. അതില് ഒരു പുലർച്ചെയാവുമ്പോ, അല്ലെങ്കിൽ സുബഹി നേരത്തെ ചിത്രീകരണമാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സുബഹി ആവുമ്പോ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ. അപ്പൊ മസ്ജിദ് സെ അസാൻ, പള്ളിയിൽ നിന്ന് ബാങ്കുണ്ടാവും. ചഹ്ചഹാട്ട്, പക്ഷികളുടെ കിളിനാദം ഉണ്ടാവും. ഓർ മന്ദിർ സെ ഹരികീർത്തൻ, മന്ദിർ പറഞ്ഞ അമ്പലങ്ങളിൽ നിന്നുള്ള കീർത്തനങ്ങൾ കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഭാഗവും നമ്മൾ കേട്ടു. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. അപ്പൊ ഒന്നും കൂടെ ഒന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അമ്മയെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ടീച്ചർ ആദ്യം കാണിച്ചു തന്നു. പിന്നെ നല്ല ഈണത്തിൽ ചൊല്ലിത്തന്നു, വളരെ ഭംഗിയുള്ള ഈണത്തിൽ ചൊല്ലിത്തന്നു. അതിലുള്ള പ്രവർത്തനം നമ്മൾ അതുപോലെ അതേ ഈണത്തിൽ നമ്മൾ ചൊല്ലി നോക്കുക. അപ്പൊ അതിന്റെ അതിന്റെ വാക്കുകളൊക്കെ നന്നായിട്ട് നമുക്ക് പറ്റും. വാക്കുകളൊക്കെ നന്നായി ശ്രദ്ധിച്ച് അതിന്റെ കൂടെ ചൊല്ലുക. പിന്നീടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഈ കവിതക്ക് നല്ലൊരു ഈണം കണ്ടെത്തി നമ്മൾ ടീച്ചറിന് അയച്ചു കൊടുക്കുക. നല്ലൊരു ഈണം കണ്ടെത്തി ടീച്ചറിന് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രവർത്തനം. പിന്നെ അടുത്ത പ്രവർത്തനം എന്താണ്? ഹമാവാസ് അൽഫാസ് ഉണ്ട്. ഹമാവാസ് അൽഫാസ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ചെയ്തു വരുന്നതാണ്. റൈമിങ് വേർഡ്സ് അല്ലെ, ഒരുപോലെ വരുന്ന പദങ്ങള് ജോഡിയാക്കി എഴുതുക. അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മൾ ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ. मेरे प्यारे बच्चों, आज के क्लास के वर्कशीट है ये. देखिए, यहाँ മൊഡ്യൂൾ का नाम मेरी माँ है അല്ലെ. മാം എന്നുള്ള കവിതയുടെ അന്നെടുത്ത ക്ലാസ്സിൻ്റെ വർക്ക്ഷീറ്റാണ്. ഒന്നാമത്തെ പ്രവർത്തനം അല്ലേ. പ്രവർത്തനത്തിന് നമ്മൾ ഉറുദുമേ സർഗർമി कहते हैं. सरगर्मी 1. नज़म में कई हमावास अल्फाज आए हैं, वो चुनकर लिखिए. ഇത് കവിതയിൽ ഒരുപാട് റൈമിംഗ് വേർഡ്സ് അല്ലെങ്കിൽ സമാന പദങ്ങൾ ഉണ്ട്. അത് നമ്മളെടുത്ത് നോട്ട്ബുക്കിലേക്ക് എഴുതാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 4 വരി തന്നിട്ടുണ്ട്. അതിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ റെഡിൽ. അല്ല പിന്നെ ലാൽ രംഗമേ, ചുവന്ന നിറത്തിൽ 2 സമാന പദങ്ങളാണ്, ഹമാവാസ് അൽഫാസ് ആണ്. നീല രംഗമേ, ബ്ലൂ കളറിലുള്ളതും അതേപോലെ തന്നെ വേറെ ഒരു ഹമാവാസ് അൽഫാസ് ആണ്. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഉറുദുവിലെ ആദ്യത്തെ കവിത നന്നായി നോക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ വരുന്ന റൈമിംഗ് വേർഡ്സ്, ഈ പദങ്ങൾ ജോഡിയാക്കിയിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. നോട്ട്ബുക്കിൽ
എഴുതുക. ഇപ്പോൾ ഉദാഹരണത്തിനോട് കൊടുത്തിട്ടുണ്ട്. ജയ്സെ പറഞ്ഞ ഉദാഹരണത്തിന് അച്ചി, സച്ചി, സിക്കർ, ഫിക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ എഴുതുകയാണ് വേണ്ടത് കേട്ടോ. ഇനി ദൂസര സർഗർമി ദേഖിയേ. ദൂസര സർഗർമി ക്യാ ഹേ? അമ്മി ബഹുത് പ്യാരി ഹേ. അമ്മിക്ക് ബാരേമേ ചന്ത് ചുംല ലഗിയേ. എൻ്റെ ഉമ്മ അല്ലെ അമ്മ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്, ഒക്കെയാണ്. അപ്പോൾ ഉമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് സെൻറ്റൻസുകൾ എഴുതാനാണ്. വാചകങ്ങൾ ഉറുദുവിൽ നമ്മൾ അമ്മയെക്കുറിച്ചൊക്കെ വാചകങ്ങൾ എഴുതുക. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേരി അമ്മി പ്യാരി ഹേ. എൻ്റെ ഉമ്മ വളരെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉമ്മയെക്കുറിച്ച് എന്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ അത് എഴുതുക. തീസര സർഗർമി, മൂന്നാമത്തെ പ്രവർത്തനം നോക്കുക. तस्वीर में क्या क्या देखते हैं. यहाँ देखिए हमारे टेक्स्ट बुक के पहला 0 पेज है. वहाँ देखिए और क्या है उसमें क्या क्या देखते हैं उसके बारे में चंद अल्फाज. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പദങ്ങൾ എടുത്ത് എഴുതാനാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ബില്ലി, ഘർ അങ്ങനെയുള്ള പദങ്ങൾ എടുത്ത് എഴുതുക. കാണുന്ന പദങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പദങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ എടുത്ത് എഴുതുക. എന്നിട്ടോ ഇസ്കെ ബാദ് അതിന് ശേഷം അതൊക്കെ ഉപയോഗിച്ചിട്ട് മേരാ ഘർ ആ വീടും പരിസരമായിട്ട് സെൻറ്റൻസുകൾ എഴുതുക. അപ്പോൾ മേരാ ഘർ അച്ഛാ ഹേ, മേരേ ഘർ മേ ദാദാ ഹേ, മേരേ ഘർ മേ ദാദി ഹേ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ ഉണ്ട് എന്നും പിന്നെ പക്ഷികൾ, മൃഗങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു വിവരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആഖിരി സർഗർമി, ഈ ഒരു വർക്ക്ഷീറ്റിലെ അവസാന പ്രവർത്തനം നോക്കുക. ये हमारे दरसी किताब का पहला नज़म है അല്ലേ, ആദ്യത്തെ കവിതയാണ്. അത് നമ്മളെ നോട്ട്ബുക്കിൽ ഭംഗിയായിട്ട് മനോഹരമായിട്ട് എഴുതുക, നോക്കി എഴുതുക. എന്നിട്ടോ നോക്കി എഴുതണം മാത്രം മതിയോ? അല്ല, ഇതിന് നല്ലൊരു ഈണം കണ്ടെത്തി നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കുക. നോക്കി എഴുതണം, ആദ്യ ടീച്ചറിന് അയച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾ മനോഹരമായിട്ട് പാടിയ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ അത് നമ്മൾ ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഓക്കെ.